പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നതോടെ വ്യക്തമായത് ഇന്ത്യ പരീക്ഷിച്ച യുദ്ധമുറയിലെ കൃത്യതയായിരുന്നു. സൈന്യം ഒടുവിൽ പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നത് കോട്ലിയിലെ ഗുൽപൂർ ഭീകര ക്യാമ്പ് തകർക്കുന്ന ദൃശ്യങ്ങളാണ്. നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം. ലഷ്കർ-ഇ-തോയ്ബയുടെ താവളവും നിയന്ത്രണ കേന്ദ്രവും ഇവിടെയാണ്. ജമ്മുകാശ്മീരിൽ ഭീകരവാദം പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പുലർച്ചെ 1:05 മണിയോടെയാണ് ഗുൽപൂർ ഭീകര ക്യാമ്പ് തകർത്തത്. നേരത്തെ കോട്ലിയിലെ അബാസ് ഭീകര ക്യാമ്പ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു. നിയന്ത്രണ രേഖയിൽ നിന്ന് 13 കിലോമീറ്ററാണ് ഈ കേന്ദ്രത്തിലേക്കുള്ളത്. ലഷ്കർ-ഇ-തോയ്ബയുടെ ചാവേർ പോരാളികളുടെ മുഖ്യ പരിശീലന കേന്ദ്രമാണിത്. 50-ലേറെ ഭീകരരെയാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത്. പുലർച്ചെ 1:04 ഈ ക്യാമ്പാണ് ആദ്യം ആക്രമിച്ചത്. അതായത് കോട്ടയിൽ തന്നെയുള്ള 2 വെവ്വേറെ ക്യാമ്പുകളിൽ ആക്രമണം നടത്തിയത് 4 മിനിറ്റ് വ്യത്യാസത്തിലാണ്. ബുധനാഴ്ച പുലർച്ചെ കൃത്യതയാർന്ന ആക്രമണത്തിലൂടെയാണ് പഹൽഗാം കൂട്ടക്കുരുതിക്ക് ഇന്ത്യ മറുപടി നൽകിയത്. 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ-ഇ-തോയ്ബയുടെ പരിശീലന കേന്ദ്രമായ മുസഫറാബാദിലെ സവായ് നാല ക്യാമ്പ്, മുസഫറാബാദിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രമായ സദൈൻ ബിലാൽ ക്യാമ്പ്, ലഷ്കർ-ഇ-തോയ്ബയുടെ ബേസ് ക്യാമ്പായ കോട്ലിയിലെ ഗുൽപൂർ ക്യാമ്പ്, നിയന്ത്രണ രേഖയിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള തീവ്രവാദ ക്യാമ്പും പരിശീലന കേന്ദ്രവുമായ ബിംബെറിസെ ബർനാസ ക്യാമ്പ്, ലഷ്കർ-ഇ-തോയ്ബയുടെ പരിശീലന കേന്ദ്രമായ കോട്ലിയുടെ അബാസ് ക്യാമ്പ്, സിയാൽകോട്ടിലെ സർജൻ ക്യാമ്പ്, സിയാൽകോട്ടിലെ തന്നെ മെഹ്മൂന ജോയ, അജ്മൽ കസബ്, ഡേവിഡ് കഡ്ലി എന്നിവരെയെല്ലാം പരിശീലനം നേടിയ മുറിഡ്കയിലെ മർക്കസ് തോയ്ബ, ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ സുബഹാനല്ല ക്യാമ്പ് എന്നിവയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. അതേസമയം പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി ഇനിയും അവസാനിപ്പിച്ചിട്ടില്ലെന്ന സൂചനയുമായി മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും ഇനിയും ബാക്കിയുണ്ടെന്ന തരത്തിലുള്ള പോസ്റ്റ് അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ചത്. അതിനിടെ പാകിസ്ഥാൻ സംഘർഷം കൂട്ടുന്ന തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചാൽ ഇന്ത്യ വീണ്ടും തിരിച്ചടിക്കാൻ സജ്ജമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യക്തമാക്കി. അമേരിക്ക, UK, സൗദി അറേബ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളെയാണ് ഡോവൽ ഇത് ധരിപ്പിച്ചത്. പാകിസ്ഥാൻ ഇനി ആക്രമണത്തിന് മുതിർന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നും വിദേശ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ അറിയിച്ചു. അതേസമയം പാകിസ്ഥാനിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ എത്ര തന്നെ തിരിച്ചടിച്ചാലും പ്രത്യാക്രമണം അതിലും വലുതായിരിക്കുമെന്ന് ഇന്ത്യൻ സേന അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സേനയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. എപ്പോൾ വേണമെങ്കിലും അവർക്ക് പാകിസ്ഥാനെ ആക്രമിക്കാം എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞത്.